കാണുന്നുണ്ടോ? ഓക്കെ. ബുഷ്ര മിസ് കുറച്ച് സ്പീഡ് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണ്ടന്റ് എത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ. മിസ് ഇല്ലേ? മിസ് നോക്കണേ. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നോക്കി പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നോട്ട്സാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ ക്ലാസ് പോകുന്നതിനനുസരിച്ച് എക്സ്ട്രാ എടുക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ കണ്ടന്റ് ഞാൻ പറയും, അതിൻ്റെ നോട്ട്സ് പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഈ 3 പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ മലയാള സാഹിത്യത്തിൽ ഒരു പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിക്കാറുണ്ട്. അതേതാണെന്നറിയോ? അറിയോ? ആധുനിക കവിത്രയം എന്ന് കേട്ടിട്ടുണ്ടോ? ആധുനിക കവിത്രയം കേട്ടിട്ടുണ്ടോ? പൊതുവെ നമ്മൾ കണ്ടുവരാറുണ്ട്, ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓർക്കുക, ആധുനിക കവിത്രയം എന്നുള്ളതിൽ വരുന്നതാണ് ആരൊക്കെ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഈ 3 പേരും. അപ്പൊ ത്രയം എന്നുള്ളത് മനസ്സിലാക്കുക, 3 എന്നുള്ളതാണ്. അപ്പൊ ആധുനിക കവിത്രയത്തിൽ വരുന്ന ആളുകളാണ് ആരൊക്കെ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇനി ഇത് മാറിപ്പോവാൻ ചാൻസ് ഉള്ളത്, ആധുനിക കവിത്രയം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാചീന കവിത്രയം എന്നൊരു വിഭാഗമുണ്ട്. അതിലാരൊക്കെയാ വരുന്നത് എന്നറിയോ? കേൾക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെന്നുണ്ട്. പ്രാചീന കവിത്രയത്തിൽ ആരൊക്കെയാ വരികയെന്നറിയോ? അതെപ്പോഴും ചിലർക്കൊക്കെ മാറിപ്പോകുന്ന ഒരു കാര്യമാണത്. പ്രാചീന കവിത്രയം ശ്രദ്ധിക്കുക. എഴുത്തച്ഛൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ഈ 3 പേരെയാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് കേട്ടോ. എഴുത്തച്ഛനെ നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവ്. ഒരിക്കലും നമ്മളിപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റിന് ആൻസർ ഒന്നും ഒരിക്കലും അറിയാതെ പോകരുത്. അപ്പൊ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നതാണ് എഴുത്തച്ഛൻ. അതേപോലെ തന്നെ കൃഷ്ണഗാഥ എന്ന പ്രസിദ്ധമായ കൃതിയിലൂടെ പ്രശസ്തനായിട്ടുള്ള ആളാണ് ആര്? ചെറുശ്ശേരി. അതേപോലെ തുള്ളൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ് കുഞ്ചൻ നമ്പ്യാർ. ഈ 3 പേരാണ് പ്രാചീന കവിത്രയത്തിൽ വരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ആധുനിക കവിത്രയം. അതിലാണ് ആരൊക്കെ? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയുണ്ട്, വീണപൂവ്. അത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലെ? വീണപൂവ് എന്നുള്ള കൃതി. അതേപോലെ കുമാരനാശാനെ നമുക്ക് അദ്ദേഹത്തിന് ചില വിശേഷണങ്ങളുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആര്? ആരാ? കുമാരനാശാനാണ് സ്നേഹഗായകൻ. അതേപോലെ ആശയഗംഭീരൻ, ദാർശനിക കവി, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് വീണപൂവ്. വീണപൂവ്. അപ്പം ഇവരെ കുറിച്ച് ആദ്യം തന്നെ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സർഗാത്മകമായ പോരാട്ടമാണ് ഇവര് തങ്ങളുടെ കൃതികളിലൂടെ നടത്തിയിട്ടുള്ളത്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ. കുമാരനാശാന് SNDP ആയിട്ട് ഒരു ബന്ധമുണ്ടല്ലോ, അറിയോ? സെക്രട്ടറി ആയിരുന്നു, ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ എന്ന് പറയുന്നത്. അപ്പം ഏതെല്ലാം രീതിയിലാണ് ഇവര് സമൂഹത്തിന്റെ പരിവർത്തനത്തിന് മുതൽക്കൂട്ടായി തീർന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുമാരനാശാൻ ആദ്യകാലത്തൊക്കെ സ്തോത്രകൃതികള്, അതേപോലെ തന്നെ പ്രണയകാവ്യങ്ങള്, അദ്ദേഹത്തിന്റെ നളിനി, ലീല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. നളിനിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചെറിയ ഭാഗങ്ങളായിട്ട് പഠിച്ചു പോരുന്ന കൃതി കൂടിയായിരുന്നു. ഇപ്പൊ നളിനി, ലീല തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ സ്നേഹ കവിതകൾ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നളിനി എന്ന കൃതിയുടെ വേറൊരു പേര് തന്നെ ഒരു സ്നേഹം എന്നതുകൂടിയായിരുന്നു. പിന്നീട് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അതുവഴി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ കവിതയുടെ തലങ്ങൾ മാറി വരിക ചെയ്തത്.
അതിനുശേഷമാണ് നമുക്ക് ദുരവസ്ഥ, അതേപോലെ തന്നെ ചണ്ടാല ഭിക്ഷുകി പോലുള്ള കൃതികളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. ദുരവസ്ഥ നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കൃതിയാ. എന്താ സംഭവം എന്നറിയാം? ദുരവസ്ഥ. മലബാർ കലാപം. അതെ, മലബാർ കലാപം അല്ലെ? ഏത് വർഷമായിരുന്നു? 1921. 1921 മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഇത് ദുരവസ്ഥ എന്ന് പറയുന്നത്. ഒരുപാട് തവണ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സാവിത്രി ചാത്തനുമാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ആ ഒരു കാലഘട്ടം മുതൽ നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടം വരെ 47 വരെയുള്ള ഒരു കാലഘട്ടം പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവൽ ഉണ്ട് മലയാളത്തില്. അതേതാണെന്നറിയോ? അതും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഉറൂബിന്ത്യ. അതെ, ഉറൂബിന്റേതാ? സുന്ദരിയും സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരന്മാരും അല്ലെ? അപ്പൊ അതില് 21 മുതൽ 47 വരെയുള്ള കാലഘട്ടമാണ് അതിൽ പ്രത്യക്ഷത്തിൽ പ്രതിപാദിക്കുന്നത്. പക്ഷെ നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ അറിയാം ഏകദേശം നമ്മുടെ കേരള ചരിത്രം മൊത്തം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചത് എന്ന കൃതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. 11 മുതൽ 47 വരെയുള്ള ഒരു കാലഘട്ടം അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്തു പോവാം. അപ്പൊ നമുക്ക് കുമാരനാശാനിലേക്ക് തന്നെ വരാം. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് തിരുവനന്തപുരം കായിക്കരയിലാണ് 1873. ഈ പേരൊന്ന് ഓർത്തു വെക്കണം. ഇദ്ദേഹത്തിന്റെ ആദ്യകാല പേര് എന്ന് പറയുന്നത് കുമാരു എന്നായിരുന്നു. കുമാരു. അന്നത്തെ ഒരു കാലഘട്ടത്തില് രാജാധികാരം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. സവർണ മേധാവിത്വവും അവർണ പീഡനവും നിലനിന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ കവിതകൾ എഴുതി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, സർഗാത്മകമായ പോരാട്ടം എന്നുള്ള ഒരു തലത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ കൃതികളെ നമുക്ക് അടുപ്പിച്ച് വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് ഭൗതിക ജീവിതത്തിലേക്ക് വന്ന വ്യക്തി കൂടിയായിരുന്നു കുമാരനാശാൻ എന്ന് പറയുന്നത്. അതായത് ആദ്യകാലങ്ങളിൽ ശ്രീനാരായണ ഗുരു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ സ്തോത്രകൃതികളും അതേപോലെ തന്നെ സാമൂഹിക പരിവർത്തനമൊക്കെ ലക്ഷ്യം വെച്ച് പോയി. ആ ഒരു ആധ്യാത്മികമായ തലത്തിൽ നിന്ന് പിന്നീട് ഭൗതിക ജീവിതത്തിലേക്ക്, ലൗകികമായ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള, അതായത് സ്വന്തം ശിഷ്യയെ തന്നെയാണ് കുമാരനാശാൻ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹം SNDP-യിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്നത്. അപ്പൊ SNDP-യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പലരും വിമർശിക്കുകയും ആ ഒരു രീതിയിൽ വേദന അനുഭവിക്കുകയും ചെയ്തപ്പോ ആശാൻ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത്. അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SNDP-യിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ വേദനയിൽ ആശാൻ രചിച്ചിട്ടുള്ള കൃതിയാണ് ഇത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനി ഇതിന് ബദലായിട്ട്, അതായത് ഈ ഒരു പേരിനോട് പലപ്പോഴും അങ്ങനെ വരാറുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്, രണ്ടെണ്ണം ഏകദേശം ഒരേ രീതിയിൽ അടയാളപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ അത് ചോദിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് മലയാളത്തില്, ഒരു കവിതയാ. അതാരാ എഴുതിയാന്നറിയോ? അറിയോ? ഗ്രാമവൃക്ഷത്തിലെ കുയിലാരാ? കുമാരനാശാൻ. ഗ്രാമവൃക്ഷത്തിലെ വവ്വാലാരാ? റഫീഖ് അഹമ്മദിനെ കേട്ടില്ലേ? മഴ പെയ്ത് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. ആ പാട്ട് എഴുതിയ ആളാണ് റഫീഖ് അഹമ്മദ് അല്ലെ? ആ റഫീഖ് അഹമ്മദ് ആണ് ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന് പറയുന്ന കവിത എഴുതിയത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അവന് കുമാരനാശാൻ 1891 ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം SNDP-യുടെ സെക്രട്ടറി ആയി മാറുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന്റെ പഠനമൊക്കെ നോക്കുന്നത്, അതായത് ശ്രീനാരായണ ഗുരു തന്നെയാണ് ഇദ്ദേഹത്തെ ഉപരിപഠനത്തിന് അയക്കുന്നതും ഡോക്ടർ പൽപുവിന്റെ അടുത്ത് എത്തിക്കുന്നതും ഒക്കെ. അങ്ങനെ ഡോക്ടർ പൽപു കുമാരനാശാൻ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിന്നസ്വാമി. ചിന്നസ്വാമി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും വിചാരിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇദ്ദേഹം മാറുമെന്നുള്ളതാണ്. ആ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് ഇദ്ദേഹം പോകുമെന്നുള്ളതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടോ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത ബോധം തന്നെ മാറിപ്പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? സ്പീഡ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ.
അപ്പൊ ആശാനെ കുറിച്ച് നമ്മൾ ഏകദേശം ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന മഹാകവി എന്നുള്ള രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന മഹാകവി ആരാ? കുമാരനാശാൻ. ഓക്കെ. അപ്പൊ നമ്മള് മഹാകാവ്യം എഴുതിയ ആളെയാണ് അല്ലെ മഹാകവി എന്ന് പറയാ. കുമാരനാശാന്റെ മഹാകാവ്യം ഏതാ? മഹാകാവ്യം എഴുതിയിട്ടില്ല. വീണപൂവാണ്. മഹാകാവ്യം എഴുതിയിട്ടില്ല. മഹാകാവ്യം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കി നമ്മൾ ആധുനിക കവിത്രയത്തിലുള്ള 2 പേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവര് മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. വള്ളത്തോളായാലും ഉള്ളൂരായാലും എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള കൃതിയാണ് ഉള്ളൂരിന്റെ ഉമാകേരളം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മഹാകാവ്യ. അതേപോലെ വള്ളത്തോളിന്റെ ചിത്രയോഗ മഹാകാവ്യം, അത് പൂർണ്ണമാക്കാൻ വള്ളത്തോളിന് സാധിച്ചിരുന്നില്ല കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. വള്ളത്തോളിന്റെ അപൂർണമായ മഹാകാവ്യം ഏത്? ചിത്രയോഗമാണ് അതിന്റെ ആൻസർ. അപ്പൊ കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. ഈ മഹാകാവ്യ പ്രസ്ഥാനത്തോട് ഇദ്ദേഹത്തിന് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഇദ്ദേഹം മഹാകാവ്യം എഴുതാതിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാവ്യ സൃഷ്ടി എന്ന് പറയുന്നത്, അത് ഏത് കാവ്യം എടുത്തു നോക്കിയാലും അത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് നിലനിന്ന് വന്നിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അല്ലെ. ഇപ്പൊ വീണപൂവ് എന്തായാലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതേപോലെ നളിനി, ലീല, ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടാവില്ല. ഇപ്പൊ വീണപൂവ് 1908 ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഇതിപ്പം ആശാന്റെ നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും കേട്ടോ. അതായത് വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് എവിടെയാന്ന് ചോദിച്ചാല് എവിടെയാന്നറിയോ? മിതവാദി പത്രത്തിലാ? അതെ, മിതവാദിയിലായിരുന്നു വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പിന്നീടാണ് ഇത് ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ വന്നിട്ടുണ്ടെങ്കിൽ മിതവാദി അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം തന്നെ ആയിരിക്കണം മിതവാദി. അതായത് വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിതവാദി കഴിഞ്ഞതിന് ശേഷം വീണപൂവ് പ്രസിദ്ധീകരിച്ചത് എവിടെയാ? ഭാഷാഭൂഷണിയിലാണ്. അത് ഓർത്ത് വെക്കാം. ഒരു ബുക്കായിട്ട് ഇത് വന്നിട്ടുള്ളത് 1915 ഇനി നളിനിയിലെ കഥാപാത്രങ്ങൾ ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? സ്കൂളിൽ ആരൊക്കെയാ നളിനിയിലെ കഥാപാത്രം? ഒന്നെന്തായാലും ആരായിരിക്കും? നായിക ആരായിരിക്കും? നായിക എന്തായാലും നളിനി ആയിരിക്കും. ഇനി നായകനെ കിട്ടിയാൽ മതി. നളിനിന്റെ അർത്ഥം എന്താ? നായകനൊരു സന്യാസിയാണെന്ന് പറഞ്ഞു. സന്യാസിയാ. നളിനിന്റെ അർത്ഥം എന്താണെന്നറിയോ? താമര. താമരേനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാ അതിലെ നായകൻ. ദിവാകരൻ, സൂര്യൻ. അതെ, ദിവാകരൻ. അപ്പൊ നളിനിയും ദിവാകരനുമാണ് ഇതിലെ കഥാപാത്രം നളിനി. ഇത് ഈ നളിനി കാവ്യത്തിന്റെ മറ്റൊരു പേര് എന്ന് ചോദ്യം ഉണ്ട് കേട്ടോ. എന്താ? ഒരു സ്നേഹം. നളിനി കാവ്യത്തിന്റെ മറ്റൊരു പേരാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നളിനിയും ദിവാകരനും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ കഥ. പക്ഷെ ഇതില് ദിവാകരന്റെ സൈഡ് നോക്കിയാൽ ഒരിക്കലും ദിവാകരൻ നളിനിയെ സ്നേഹിച്ചിരുന്നില്ല എന്നാട്ടോ പറയുന്നത്. അവളെ എപ്പോഴും തന്റെ ഒരു സഹോദരിയായിട്ട് കണ്ട്, തപതി വല്ലിയായി നിന്നെ കണ്ടു എന്നാ പറയുന്നത്. എപ്പോഴും സഹോദരിയായിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നളിനിയാണ് അത് തെറ്റിദ്ധരിച്ച് ദിവാകരനെ തേടി ഇറങ്ങി വരുന്നതൊക്കെ. അവസാനം ഇവർ ഒന്നിക്കുന്നൊന്നുമില്ല. താമരയും സൂര്യനെയും പോലെ തന്നെ ഇവരുടെ ഉള്ളിൽ അഗാധമായ പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ ദിവാകരൻ ഇങ്ങനെയൊക്കെ തന്നെ അറിയില്ല എന്ന് പറഞ്ഞ സങ്കടത്തില് നളിനി ദിവാകരന്റെ കാൽപാദങ്ങളിൽ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മരിച്ച നളിനിയെ ദിവാകരൻ തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. വേറൊരു സന്യാസിനിയാണ് നളിനിയെ അടക്കം ചെയ്യുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കഥയാണ് നളിനിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വീണപൂവായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് അറിയാൻ വെക്കേണ്ടത്, ശ്രീനാരായണ ഗുരു രോഗശൈലിയിൽ കിടക്കുന്ന ഒരു സമയം. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ട് ഇറങ്ങുന്ന വേളയിൽ ഒരു നിലത്ത് ഒരു പൂ വീണ് കിടക്കുന്നത് ആശാന്റെ ശ്രദ്ധപ്പെടുക. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ആശാൻ ഏത് കാവ്യം എഴുതിയത്? വീണപൂവ്. അപ്പൊ വീണപൂവ് ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന ആള് ശ്രീനാരായണ ഗുരുവാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അടുത്ത കൃതിയാണ് ഏത്? ലീല. ലീലയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരിക്കും? മദനനും ലീലയും. മദനനും ലീലയും അല്ലെ? മദനനും ലീലയുമായിരുന്നു
അതായത് ലീലയും മദനനും തമ്മിൽ അവിടെ ശരിക്ക് സ്നേഹത്തിലായിരുന്നു അവര്. പക്ഷെ ഒരു കച്ചവട പ്രമാണിക്ക് ലീലയുടെ പിതാവ് ലീലയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. എന്തോ അയാള് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് മദനനെ തേടി ഇറങ്ങുകയാണ്. അവസാനം ഇവര് കണ്ടുമുട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിക്കാൻ പറ്റുന്നില്ല. മദനൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യും, പുറകെ ലീലയും ചാടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ശോകമുഖമായ അന്തരീക്ഷമായിരുന്നു ആശാന്റെ കൃതികളിൽ നമുക്ക് ആദ്യമൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിന്താവിഷ്ടയായ സീത അറിയാലോ. ചിന്താവിഷ്ടയായ സീതയിലും ആ ഒരു ദുഃഖ പരിച്ഛായ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് പ്രരോദനം, ഇതിന്റെ ഈ വർഷം അങ്ങനെ കൊടുക്കാനുള്ള കാരണം ജസ്റ്റ് അത് നോക്കുക, ഇത് ക്രമത്തിലാക്കാനോ ആ രീതിയിൽ എങ്ങനെയെങ്കിലും വന്നാലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആശാന്റെ കാവ്യ ജീവിതം മാറി വരുന്നുണ്ട്. അപ്പൊ ആ മാറി വരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറുന്ന ഒരു മാറ്റം അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ സ്നേഹകാവ്യങ്ങളിൽ നിന്ന് സാമൂഹിക പ്രാധാന്യമുള്ള കാവ്യങ്ങളിലേക്ക് അദ്ദേഹം മാറിയിട്ടുള്ളത്. അപ്പം പ്രരോദനം വർഷം 19 പ്രരോദനത്തില് AR രാജരാജവർമ്മേനെ അറിയോ? അദ്ദേഹത്തിന് ഒരു പേരുണ്ടല്ലോ, ചോദിക്കാറുണ്ട് ആ ക്വസ്റ്റ്യൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ അറിയില്ലേ? കേട്ടില്ലേ? കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ അല്ലെ. എന്തുകൊണ്ടാ കേരള പാണിനി എന്നറിയപ്പെടുന്ന അദ്ദേഹം? എന്തുകൊണ്ടാ? നമ്മുടെ മലയാള വ്യാകരണ ഗ്രന്ഥത്തില് പ്രശസ്തമായ ഒന്നാണ് കേരള പാണിനീയം. ആ കേരള പാണിനീയം രചിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പറയുന്നത്, കേരള പാണിനി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഒരുപാട് 10-20 ക്വസ്റ്റ്യൻസ് ഈ നേരം വരെ പറഞ്ഞു, ആശാനെ വെച്ച് മാത്രം അല്ലെ. അപ്പൊ പ്രരോദനം എന്ന് പറയുന്നത് ARന്റെ വിയോഗത്തിൽ മനംനൊന്ത് ആശാൻ എഴുതിയിട്ടുള്ള കാവ്യാണ്. അടുത്തതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അത് നേരത്തെ പറഞ്ഞല്ലോ, SNDP നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയത്. പിന്നെ ദുരവസ്ഥ. ദുരവസ്ഥ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ഓർക്കുക. ഇനിയാണ് അടുത്തതാണ് ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി എന്നുണ്ട് കേട്ടോ, അവിടെ ഒരു ദീർഘത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. ചണ്ടാല ഭിക്ഷുകിയില് പ്രസിദ്ധമായൊരു വരികളുണ്ട്. പലപ്പോഴും പല എക്സാംസിനും ആ വരികൾ തന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാ വരികൾ എന്നറിയോ? ജാതി ചോദിച്ചില്ല സോദരി, ചോദിച്ചത് ദാഹജലം മാത്രം. കേട്ടതായിട്ട് ഓർക്കുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ വരികള് വരുന്ന കാവ്യാണ് ഇത് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുമാരനാശാന്റെ ബുദ്ധമത ദർശനമുള്ള കൃതി ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം ഏതാ? ചണ്ടാല ഭിക്ഷുകി വരുന്നുണ്ട്. അതേപോലെ തന്നെ കരുണ. ഇത് രണ്ടും ബുദ്ധമത ദർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബുദ്ധന്റെ ശിഷ്യന്മാരാണ് ഇതിൽ രണ്ടിലും കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതൊന്നും ഓർക്കണേ. ബുദ്ധ മതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതൊക്കെ? ചണ്ടാല ഭിക്ഷുകിയും കരുണയും. ഈ കരുണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുമാരനാശാന്റെ അവസാന കൃതിയാണ് ഏത്? കരുണ എന്ന് പറയുന്നത്. ഒന്ന് ഓർക്കുക, കരുണ കുമാരനാശാന്റെ അവസാനത്തെ കൃതിയാണ്. 1923 ഇദ്ദേഹത്തിന്റെ കരുണ എന്ന് പറയുന്ന കൃതി പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലെ കഥാപാത്രങ്ങൾ വാസവദത്തയും ഉപഗുപ്തനും. ഉണ്ടാവണം. അപ്പൊ വാസവദത്തയും ഉപഗുപ്തനാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇതില് വാസവദത്ത ഒരു വേശ്യയായിരുന്നു. ഇവിടെ ഉപഗുപ്തനെ പ്രണയിക്കുന്നുണ്ട്. അങ്ങനെ അവസാന സമയത്ത് എല്ലാ അംഗങ്ങളൊക്കെ വിച്ഛേദിച്ച് ശ്മശാനത്തില് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന സമയത്താണ് വാസവദത്തയുടെ അടുത്തേക്ക് ഉപഗുപ്തൻ വരുന്നതും അവളുടെ പ്രണയത്തിന് സാഫല്യം അടയുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയായിരുന്നു കരുണ എന്ന് പറയുന്നത്. ഇത് ഒരു വേശ്യാപദാന കൃതിയായിരുന്നു കരുണ. അത് നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ആധുനിക കവിത്രയത്തിലെ 3 പേരും വേശ്യാപദാനങ്ങളായിട്ടുള്ള, അതായത് ഒരു വേശ്യയെ കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അതില് കുമാരനാശാന്റേതാണ് കരുണ. അതേപോലെ വള്ളത്തോളിൻ്റെതാണ് മഗ്ദലന മറിയം. ബൈബിളിലെ മറിയല്ലേ മഗ്ദലന മറിയം, അതാണ് ആരുടേത്? വള്ളത്തോളിൻ്റെത്. ഇനി പിങ്കള എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അധികരിച്ച്, അതായത് പിങ്കള എന്നുള്ള കൃതി രചിച്ചിട്ടുണ്ട് ഉള്ളൂര്. അങ്ങനെ ഈ 3 പേരും ഒരേ പ്രമേയത്തിലുള്ള കവിതകൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഒരേ പ്രമേയം വരുന്ന ആധുനിക കവിത്രയത്തിന്റെ കവിതകൾ അല്ലാത്തത് ഏത്? ആ രീതി ചോദിച്ചാല് ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാ? കരുണ ആശാന്റേതാണ്. അതേപോലെ തന്നെ മഗ്ദലന മറിയം വള്ളത്തോളിൻ്റെതാണ്. ഉള്ളൂരിൻ്റെതാണ് ഏത്? പിങ്കള എന്ന് പറയുന്നത്.
ഇത് മൂന്നും ഒഴിച്ച് ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ ആൻസറിലേക്ക് വരിക കേട്ടോ. ഒരേ ആശയം വരാത്ത ആധുനിക കവിത്രയത്തിന്റെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ. ഇനി കുമാരനാശാന്റെ നാടകം ഏത്? ചോദ്യം വന്നിട്ടുണ്ട്. കുമാരനാശാന്റെ നാടകം ഏതാ? വിചിത്ര വിജയം. കുമാരനാശാന്റെ നാടകം വിചിത്ര വിജയം. അതേപോലെ തന്നെ ശ്രീബുദ്ധ ചരിതം എന്നുള്ളത് ലൈറ്റ് ഓഫ് ഏഷ്യയുടെ വിവർത്തനാണ്. ഇതിന്റെ ചോദ്യം വന്നത് ലൈറ്റ് ഓഫ് ഏഷ്യക്ക് കുമാരനാശാൻ നൽകിയ വിവർത്തനം ഏതാ? ശ്രീബുദ്ധ ചരിതം. 1915 ഇത് ലൈറ്റ് ഓഫ് ഏഷ്യയുടെ വിവർത്തനമാണ്. റുബായിയത്തിന് ചങ്ങമ്പുഴ നൽകിയ വിവർത്തനം എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാറില്ലേ? കണ്ടില്ല ചോദ്യം? അതിന്റെ ആൻസർ ഏതാ? മധുരോത്സവമാണ് കേട്ടോ. ഇതായിട്ട് കണക്റ്റഡ് അല്ല, നമ്മൾ അടുത്ത ഭാഗത്ത് പറയും, ഇടപ്പള്ളി പ്രസ്ഥാനത്തില്. ഓക്കെ, ഇനി ആശാന്റെ ചില കാര്യങ്ങൾ, അതായത് ആശാനായിട്ട് ബന്ധപ്പെട്ട് അത്രയധികം ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നവോത്ഥാനത്തോടൊപ്പമുള്ള കാൽപ്പനികത, അതായത് ഒരു കാൽപ്പനിക കവിയായിരുന്നു തീർച്ചയായിട്ടും കുമാരനാശാൻ എന്ന് പറയുന്നത്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തിയുടെ ഉള്ളിലേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്കാണ് ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രമിച്ചത്. അതേപോലെ തന്നെ സമൂഹത്തിന്റെ ചില ചിന്തകൾക്കുള്ളിലേക്കും അദ്ദേഹം ഇറങ്ങി ചെല്ലാനായിട്ട് ശ്രമിച്ചു. നേരത്തെ പറഞ്ഞ വിശേഷണമാണ് അടുത്ത് കൊടുത്തത്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നുണ്ട്. മാംസനിബന്ധമല്ല രാഗം, ഈ ഒരു പ്രസ്താവന വരുന്ന കവിതയാണ് ലീല. മാംസനിബദ്ധമല്ല രാഗം. അടുത്തത് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, അതാണ് ചണ്ടാല ഭിക്ഷികയിലേതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും ചോദ്യമായിട്ട് വന്നതാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാ? മുണ്ടശ്ശേരി. മുണ്ടശ്ശേരിക്ക് വേറൊരു പ്രത്യേകത കൂടി ഇല്ലേ കേരള രാഷ്ട്രീയത്തില്? അതെന്താ? ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ? ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുണ്ടശ്ശേരി. അപ്പൊ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അടുത്തത് ആശാന്റെ സിംഹനാദം എന്ന കവിതയിലൊരു വരിയാണ് കൊടുത്തത്. നരന് നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകം ഇവിടമാണു ഹന്ത കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ. അപ്പൊ സിംഹനാദത്തിൽ പറഞ്ഞിട്ടുള്ള വരികളാണിത്. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹിക പരിഷ്കരണം അല്ലെ, സർഗാത്മകതയിലൂടെയുള്ള ഒരു വിപ്ലവമാണ് ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനോട് ഏറ്റവും യോജിച്ചു പോകുന്ന വരികളാണിത്. അതേപോലെ തന്നെ വ്യാക്ഷേപക ശബ്ദങ്ങൾ എന്ന് പറയും. നമ്മളിപ്പം ഹ, ഹന്ത, കഷ്ടം, ഈ ആശ്ചര്യചിഹ്നം ചേർത്ത് ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, ഇതൊക്കെ ആശാന്റെ കൃതികളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഹ എന്ന വ്യാക്ഷേപക ശബ്ദത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു കൃതി കുമാരനാശാനുണ്ട്. ഏതാണെന്നറിയോ? വീണപൂവ്. അല്ലെ? എങ്ങനെയാ വീണപൂവ് തുടങ്ങുന്നേ? ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയമന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഇങ്ങനെ ആരംഭിക്കുന്ന കവിതയാണേത്? വീണപൂവ് എന്ന് പറയുന്നത് അല്ലെ? വീണപൂവ്. ഈ കവിത അവസാനിക്കുന്നത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? ഒരു വ്യാക്ഷേപക ശബ്ദത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ വ്യാക്ഷേപക ശബ്ദത്തിൽ തുടങ്ങി വ്യാക്ഷേപക ശബ്ദത്തിൽ അവസാനിക്കുന്ന കവിതയാണേത്? വീണപൂവ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കണേ. കണ്ണേമടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും അപ്പോൾ. അപ്പം അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണപൂവ് അവസാനിക്കുന്നത്. കുമാരനാശ് എങ്ങനെയാ മരിച്ചത്? ബോട്ടപകടത്തിലല്ലേ? ബോട്ടപകടത്തില് 1924 പല്ലാനത്തിലുണ്ടായ ബോട്ടപകടത്തിലാണ് കുമാരനാശാൻ മരിച്ചത്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വരിയാണ് ഇത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. ഇങ്ങനെ പാടിയിട്ടുള്ളത് ആരാ? കുമാരനാശാനാണ്. അതേപോലെ ചങ്ങമ്പുഴ പാടിയ ഒരു കാര്യം ഉണ്ടല്ലോ, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. പിന്നെ കുമാരനാശാനായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെയുള്ളതാണ് ആശാൻ പുരസ്കാരം.
അത് ആദ്യത്തേതൊന്ന് നോക്കി വെച്ചാൽ മതി. ആശാൻ പുരസ്കാരം അല്ലെ, മികച്ച കവിതയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന പുരസ്കാരമായിരുന്നു 1985 സി മണി. 1985 സി മണി. പിന്നെ 86 NN കക്കാടിന് ലഭിച്ചിട്ടുണ്ട്. ആ NN കക്കാടിനെ ഒന്ന് നോക്കണേ. കാരണം NN കക്കാടിന്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട് മലയാളത്തില്. ഏതാ അറിയോ? സഫലമീ യാത്ര. അതെ അതെ അതെ, സഫലമീ യാത്ര. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സഫലമീ യാത്ര രചിച്ചത് ആര്? അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള ഒരു കവിത കൂടിയാണ് കേട്ടത് സഫലമീ യാത്ര എന്ന് പറയുന്നത്. ആ ഒരു കൃതിയിൽ തന്നെ ഇദ്ദേഹം ആകാശവാണിയിൽ പ്രൊഡ്യൂസറായിട്ടൊക്കെ നിന്നിട്ടുള്ള ആളാ. ഇദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നുണ്ട്. ആ ഒരു വേദന കടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഭാര്യയോട് ഒത്തു നിൽക്കുന്നത്, ദാമ്പത്യത്തിന്റെ പവിത്രതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൃതിയാണ് ഇത് NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദാമ്പത്യത്തിന്റെ ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത കേട്ടോ. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാറുണ്ട്. അപ്പോ വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്നുള്ളത് ഓർക്കാം. വൈലോപ്പിള്ളിക്ക് ഒരു വിശേഷണല്ലേ, അതെന്താ? വൈലോപ്പിള്ളിക്ക് എന്തോ ഒരു കവിതയുടെ വക്താവ് എന്ന് പറയില്ലേ വൈലോപ്പിള്ളിയെ? എന്ത് കവിതയുടെ ആയിരുന്നു? അതെ അതെ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ വക്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പൊ ഇത്രയും ജസ്റ്റ് ആശാനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. അടുത്തതാണ് ഉള്ളൂർ S പരമേശ്വരയ്യർ. ജനനം ചങ്ങനാശ്ശേരിയിലാണ്. പാണ്ഡിത്യവും കവിത്വവും ഒത്തിണങ്ങിയ കവി. നേരത്തെ നമ്മൾ ആശാനെ ആശയഗംഭീരൻ, സ്നേഹഗായകൻ, ദാർശനിക കവി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതേപോലെ ഉള്ളൂർ അറിയപ്പെടുന്ന ഒരു പേരാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ. ഉജ്ജ്വല ശബ്ദാഠ്യൻ. നമ്മളെ കേരള സാഹിത്യ ചരിത്രവുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ചോദ്യം വന്നിട്ടുണ്ട്. കേരള സാഹിത്യ ചരിത്രം രചിച്ച വ്യക്തിയാണ് ആര്? ഉള്ളൂർ എന്ന് പറയുന്നത്. ഇദ്ദേഹം സാഹിത്യത്തിന്റെ മേഖലയിൽ, അതായത് സാമൂഹികമായിട്ടുള്ള മാറ്റമൊക്കെ ശ്രമിച്ച വ്യക്തിയാണ് കുമാരനാശാനെങ്കിൽ സാഹിത്യത്തിന്റെ മേഖലയിൽ കൂടുതലായിട്ട് വ്യാപരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഉള്ളൂർ എന്ന് പറയുന്നത്. ഈ 3 പേർക്കും 3 തലങ്ങളായിട്ടാണ് കേട്ടോ കൂടുതൽ ബന്ധം. അതൊന്നും ഓർത്ത് വെക്കണേ. എന്നാൽ തന്നെ അവരുടെ കൃതികളുടെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇദ്ദേഹത്തിന് നമുക്ക് പണ്ഡിതൻ, ഗവേഷകൻ, കവി ഈ നിലകളിലെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. തന്റെ പാണ്ഡിത്യം എത്രത്തോളം പ്രകടമാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രകടമാക്കുന്ന കൃതികളായിരുന്നു ഉള്ളൂര് രചിച്ചിട്ടുണ്ടായിരുന്നത്. ആശാനെ പോലെയോ അല്ലെങ്കിൽ വള്ളത്തോളിനെ പോലെയോ ഒന്നും ഇദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവൂല. ആ ഒരു രീതിയിൽ പല കൃതികളിലും വന്നിട്ടുണ്ട്. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആശാന്റെ ഒരു കവിത വായിക്കുന്ന അത്ര രസത്തില് ഉള്ളൂരിന്റെ കവിത വായിച്ചോളണം എന്നില്ല നമ്മള്, അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ നോക്കുക, കവി, സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ചരിത്ര ഗവേഷകൻ എന്നീ നിലകളിലെല്ലാം ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്താം. അതേപോലെ ഭാരതീയ സംസ്കാരത്തോട് ആത്മബന്ധം പുലർത്തി പുരാണ കഥാപാത്രങ്ങളെ ആധുനികതയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് പിങ്കള, അതേപോലെ തന്നെ കർണഭൂഷണം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ മഹാകാവ്യം ഏതായിരുന്നു ഉള്ളൂരിന്റെ? ഉമാകേരളം. അതേപോലെ തന്നെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമായിരുന്നു ഉള്ളൂരിന്റെ ചമ്പൂകാവ്യം ഏത്? ചമ്പു എന്ന് കേട്ടില്ലേ? ഗദ്യവും പദ്യവും കൂടി ചേർന്ന് വരുന്ന ഒരു കാവ്യശാഖയ്ക്കാണ് ചമ്പു എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. ഉള്ളൂരിന്റെ ചമ്പൂകാവ്യം ഏതാ അറിയോ? സുജാതോദ്ദേഹം കേട്ടുണ്ടോ? അതാണ്, സുജാതോദ്ദേഹമാണ് ഇത് ഉള്ളൂരിന്റെ ചമ്പൂകാവ്യം എന്ന് പറയുന്നത്. അതേപോലെ ഉള്ളൂർ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അമ്പ എന്നാണ് അതിന്റെ പേര്, അമ്പ. ഉള്ളൂരിന്റെ നാടകമാണ് ഇത്, അമ്പ. ആശാന്റെ നാടകം ഏതായിരുന്നു? ഉള്ളൂരിന്റെ സുചിത്ര വിജയ. സുജാതോദ്ദേഹം. അതാണ് ഉള്ളൂരിന്റെ ചമ്പൂകാവ്യം. അതേപോലെ തന്നെ ഉള്ളൂരിന്റെ നാടകമാണ് അമ്പ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് കേരള ഭൂഷൺ, സാഹിത്യഭൂഷൺ തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങളും
ലഭിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവിൽ നിന്ന് കവിതിലകൻ പട്ടം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഉള്ളൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഓർക്കുക, ഉമാകേരളം. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആദ്യത്തെ മഹാകാവ്യം കൂടിയാട്ടോ ഉമാകേരളം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ചരിത്രം നമുക്ക് ആ ഒരു കൃതിയിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പം അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള കർണഭൂഷണായാലും പിങ്കളായാലും താരാഹാരം ഏതായിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ നമുക്ക് ഭാരതീയ സംസ്കാരത്തിന്റെ അടരുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പുരാണ ഇതിഹാസ കഥാപാത്രങ്ങളെ അതിന്റെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തി വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഉള്ളൂർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മലയാള സാഹിത്യ ശാഖ എന്ന് പറയുന്നത് വികസിച്ച് വരുന്ന ആ ഒരു കാലഘട്ടത്തില് പ്രാസവാദം എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു മലയാള സാഹിത്യത്തിൽ. കേട്ടിട്ടുണ്ടോ പ്രാസവാദം? ഈ പ്രാസവാദത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സുകുമാർ അഴീക്കോട്. അതും ചോദ്യമായി വന്നിട്ടുണ്ട്. പ്രാസവാദത്തെ മലയാള ഭാഷയിലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുകുമാർ അഴീക്കോട്. എന്തായിരുന്നു ഈ പ്രാസവാദം എന്നറിയോ? ചോദ്യം എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? കണ്ടില്ലേ? ഏതൊക്കെയോ എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട് ജനറൽ PSCക്ക്. എന്താണെന്നറിയോ പ്രാസവാദം? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കവിത എഴുതുന്ന സമയത്ത് ദ്വിതീയാക്ഷരപ്രാസം, അതായത് ഒരു വരിയിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്ന രീതിയിൽ വേണമെന്നുള്ള ഒരു നിയമം, ഒരു അലിഖിത നിയമം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഉണ്ടായിരുന്നു നമ്മുടെ സാഹിത്യത്തില്. അപ്പൊ കേരളവർമ്മ AR രാജരാജവർമ്മ, കേരളവർമ്മയുടെ മരുമകനാണ് ആര്? അനന്തരവനാണ് AR രാജരാജവർമ്മ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേരള പാണിനി. അപ്പൊ ഇവര് തമ്മിലാണ് ഇങ്ങനെ ഒരു തർക്കം നിലനിന്ന് പോയത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഉള്ളൂര് കേരളവർമ്മയുടെ പക്ഷത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ARന്റെ പക്ഷത്ത് കേശവപിള്ളയെ പോലുള്ള ആളുകളും നിന്നു. അവസാനം ഇത് വലിയ തർക്കമൊക്കെ ആയി. AR പറയാണ് വേണ്ടവർക്ക് ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിച്ചിട്ട് എഴുതാം, അല്ലാത്തവർക്ക് അങ്ങനെ എഴുതണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പ്രാസവാദത്തിന് തിരശ്ശീല വീഴുന്നത്. അപ്പൊ ജസ്റ്റ് കുറച്ചൊരു കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അത് ഇല്ലാതെയായി പോവുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പ്രാസവാദത്തെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാം, ആ ഒരു രീതിയിൽ പറഞ്ഞാണ്. അതായത് വലിയ രീതിയിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അറിവൊന്നും ആവശ്യമില്ല. അതേപോലെ ഉള്ളൂരിന്റെ പ്രേമസംഗീതം കൃതി കേട്ടിട്ടുണ്ടാവല്ലോ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ. ഇത് ഉള്ളൂരിന്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? പ്രേമസംഗീതം. ഓർക്കണേ, പ്രേമസംഗീതത്തിലുള്ളതാണ് ഇത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ. അതായത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ തമ്മിലടിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, എന്ത്? ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ നമ്മുടെ ലോകത്തിന്റെ ജീവനായിട്ട്. അതെന്താ? സ്നേഹമാണ്. അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഒരു കവിതയാണ് ഇത് പ്രേമസംഗീതം എന്ന് പറയുന്നത്. ഓക്കെ. മണിമഞ്ജുഷ എന്നുള്ള സമാഹാരത്തിലുള്ളതാട്ടോ പ്രേമസംഗീതം. മണിമഞ്ജുഷ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൊട്ടും പാർവണ ശശിബിംബം. പിന്നെ ഓർക്കേണ്ടത് സാധാരണക്കാരനിൽ നിന്ന് ഒരു അകന്നു നിൽക്കുന്ന കാവ്യരീതിയായിരുന്നു ഉള്ളൂർ കവിതകൾക്ക് ഉണ്ടായിരുന്നത്. കാരണം എന്താ? തന്റെ പാണ്ഡിത്യ പ്രകടനം കൂടി അദ്ദേഹം തന്റെ കവിതകളിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപാമരന്മാർ, അതായത് പണ്ഡിതരല്ലാത്തവർക്ക് എന്ത് സാധിച്ചിരുന്നില്ല? പലപ്പോഴും ഉള്ളൂർ കവിതകളെ ആസ്വദിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഓക്കെ അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരം ഉള്ളൂരായിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ. എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. അതേപോലെ CV രാമൻപിള്ളി ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ ചരിത്ര നോവലിസ്റ്റില്. അതായത് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണെന്നറിയോ? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇതൊക്കെ
CV രാമൻപിള്ളയുടെ തന്നെയാട്ടോ. ഈ മൂന്നും തിരുവിതാംകൂർ ചരിത്രമാണ്. CV-യുടെ ഒരു ചോദ്യമുണ്ട്, CV രാമൻപിള്ളയുടെ സാമൂഹിക നോവൽ ഏത് അറിയോ? പ്രേമാമൃതാണ് കേട്ടോ. തിരുവിതാംകൂർ ചരിത്രം അല്ലാതെ സാധാരണ ഒരു കഥ, അതാണ് പ്രേമാമൃതം. അത് പൂർണ്ണാക്കിയില്ല. പ്രേമാമൃതം CV രാമൻപിള്ളയുടെ സാമൂഹിക നോവലാട്ടോ. അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാ? ചന്തുമേനോനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാ? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ അല്ലേ, അതാണ് ഇന്ദുലേഖ. ആദ്യത്തെ നോവൽ ഏതാ? കുന്തലത. കുന്തലത. ആരുടെ? അപ്പു നെടുങ്ങാടിയാണ്. 1887 കുന്തലത. 1889 ഇന്ദുലേഖ. 1891 മാർത്താണ്ഡവർമ്മ വരുന്നത്. ഇത് CV രാമൻപിള്ള ഈ മലയാളി പ്രസ്ഥാനവും മലയാളി പത്രവും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയാണല്ലോ മലയാളി മെമ്മോറിയലിലേക്കൊക്കെ വരുന്നത്. ആ ഒരു സമയത്ത് ഇടപെട്ടതുകൊണ്ടും അതേപോലെ തന്നെ സാമ്പത്തികമായ കാര്യം കൊണ്ടും അതുകൊണ്ടാണ് ശരിക്ക് മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കാൻ വൈകിയത്. അല്ലാതെ ഇന്ദുലേഖയ്ക്ക് മുമ്പേ എഴുതി വെച്ചിരുന്ന നോവലായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി അതിലുണ്ട്. അതേപോലെ O ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയില്ലേ? എന്തിനാ ഇത് എഴുതിയെന്നറിയോ? ഇന്ദുലേഖ എഴുതിയത് ഒക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തി. എന്തിനാന്ന് ചോദിച്ചാല് അന്ന് സ്ത്രീകൾക്ക് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം അതായത് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റൂല. ഇപ്പൊ ഇംഗ്ലീഷ് നോവലുകൾ ഇദ്ദേഹം സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ട് ഇരുന്നു അല്ലെ. അതിൽ ഇന്ദുലേഖയിൽ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം ഹെൻറിറ്റ ടെമ്പിൾ എന്ന് പറയുന്ന നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ അതിന്റെ കഥ ഇങ്ങനെ ചോദിക്കുക, ആ ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ സ്ത്രീജനങ്ങൾക്ക് വായിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് അദ്ദേഹം ഈ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവല് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിയത് കൊണ്ട് തന്നെ അതിൽ ആധുനിക വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും ഓർക്കാം. അതേപോലെ ഈ 18ാമത്തെ അധ്യായമാണ് അതിന്റെ ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതൊക്കെ. ഇന്ദുലേഖയില് ഏറ്റവും കഠിനമായ അധ്യായമാണ് 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. ആ രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നീട് O ചന്തുമേനോൻ ഒരു നോവൽ എഴുതി, പക്ഷെ അത് പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. C അന്തപ്പായൊക്കെയാണ് അത് പൂർണ്ണാക്കിയത്. ആ നോവൽ ഏതാണെന്നറിയോ? ശാരദയാണ്. ശാരദ എന്നാണ് ആ നോവലിന്റെ പേര്. അപ്പൊ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറയാനുണ്ടാവും. അപ്പം ഉള്ളൂരിന്റെ കാര്യങ്ങൾ ഓർക്കുക. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്. അദ്ദേഹത്തിന്റെ ഉമാകേരളം എന്ന് പറയുന്ന മഹാകാവ്യം. ഇനി കേരള സാഹിത്യ ചരിത്രം ഇമ്പോർട്ടന്റ് ആട്ടോ. കേരള സാഹിത്യ ചരിത്രം രചിച്ചത്, നമ്മളിപ്പോ സാഹിത്യ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു കവിയിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. അപ്പം ഭാഷാ സാഹിത്യ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ ഭാഷാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെയാണ് ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പൊ ഓർക്കുക, കേരള സാഹിത്യ ചരിത്രം രചിച്ചത് ഉള്ളൂരാണ്. അത്രത്തോളം പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏകദേശം 12 വോളിയങ്ങളിലായിട്ടൊക്കെയാണ് ആ ഒരു കൃതി കാണാനായിട്ട് വെച്ചിരുന്നത്. അടുത്ത ആളാണ് വള്ളത്തോൾ. വള്ളത്തോളിന്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വരുന്ന വരികൾ എന്താ? പോരാ പോരാ നാളിൽ നാളിൽ പഠിച്ചില്ലേ? അപ്പൊ പോരാ, അത് ആ വരി തന്നെ ഓർക്കുക. വള്ളത്തോളിനെ കുറിച്ച് പറയുമ്പോൾ ആ വരി തന്നെ ഓർക്കുക. അപ്പൊ നമുക്ക് കിട്ടും ദേശീയ ബോധത്തിന്റെ കവി. കിട്ടിയോ? അപ്പൊ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ ഭാരതലക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ. ഇപ്പൊ ദേശീയ ബോധത്തിന്റെ കവി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആരെ പരിഗണിക്കേണ്ടത്? വള്ളത്തോളിനെ പരിഗണിക്കേണ്ടത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു, അറിയില്ലേ? സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ സാഹിത്യ മഞ്ജരി ട്ടോ, സാഹിത്യ മഞ്ജരി 1ാം ഭാഗം 2ാം ഭാഗം ഒക്കെ ഉണ്ട്. അപ്പൊ സാഹിത്യ മഞ്ജരി ആരുടെ സമാഹാരമാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാ? വള്ളത്തോളിൻ്റെതാണ്. അപ്പൊ ഇദ്ദേഹം ദേശീയ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അയിത്തോച്ചാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ദേശീയ ബോധത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ആധുനിക കവിത്രയത്തില് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കവി ചോദ്യം വന്നതാ. ആരാ? വള്ളത്തോളാണ്. ഉജ്ജ്വല ശബ്ദാടി എന്ന് ആരെ വിളിക്കാം?
ഉള്ളൂർ. ഉള്ളൂര്. സ്നേഹഗായകൻ കുമാരനാശാൻ. കുമാരനാശാൻ. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ വരികൾ നോക്കുക. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വരികളാണ്. പുരോഗമന വീക്ഷണം, അതേപോലെ തന്നെ കേരള കലാമണ്ഡലവുമായിട്ടുള്ള ബന്ധം അല്ലെ. SNDP ആയിട്ട് ആർക്കായിരുന്നു ബന്ധം? കുമാരനാശാൻ. കുമാരനാശാൻ. ത്രാസവാദമായിട്ട് ആർക്കാ ബന്ധം? ഉള്ളൂർ. ഉള്ളൂരിന്. കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാ? വെള്ളത്തോൾ. വള്ളത്തോൾ. വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, കേരള വാൽമീകി. എന്തുകൊണ്ടാന്നറിയാം അങ്ങനെ അറിയപ്പെടുന്നത്? വാൽമീകി ഏത് കാവ്യമായിട്ടാ ബന്ധം, ഏത് ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട ആളാ വാൽമീകി? രാമായണം. രാമായണം. അപ്പൊ രാമായണം വിവർത്തനം ചെയ്ത് എന്നുള്ള രീതിയിലാണ് വള്ളത്തോളിനെ കേരള വാൽമീകി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. കേരള വ്യാസൻ ആരാന്നറിയോ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പൂതിരി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ. നിങ്ങളെ ലിറ്റററി ഫിഗേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന പേര് അതാ അല്ലെ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അദ്ദേഹം വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു മലയാളത്തില്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാട്ടോ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 864 ദിവസം കൊണ്ടാണ് അദ്ദേഹം മഹാഭാരതം വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വള്ളത്തോളിന്റെ കൃതി നോക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ മെർച്ചന്റ് ഓഫ് വെനീസ് പേർഷ്യവിവാഹം എന്ന പേരിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ബദിരവിലാപം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ബദിരവിലാപം എന്ന് പറയുന്നത് വള്ളത്തോളിന്റെ ആത്മാംശമുള്ള കവിത എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്താ പറയാ? ഒരു സമയത്ത് കേൾവിയില്ലായിരുന്നു, കേൾവി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള കാവ്യാണ് ബദിരവിലാപം. പിന്നെ അദ്ദേഹത്തിന്റെ മഹാകാവ്യാണ് ചിത്രയോഗം. അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, പിന്നെ മഗ്ദലന മറിയം, നേരത്തെ പറഞ്ഞല്ലോ വേശ്യാപദാനമായിട്ടുള്ള കൃതി മഗ്ദലന മറിയം, അച്ഛനും മകളും, എന്റെ ഗുരുനാഥൻ, തോണിയാത്ര. എന്റെ ഗുരുനാഥൻ ചോദ്യം വന്നിട്ടുണ്ട്, ചോദ്യം ഓർമ്മ ഉണ്ടോ? ഗാന്ധിജീനെ കേന്ദ്രകഥാപാത്രമാക്കി. ഗാന്ധിജിയെ ഗുരുനാഥനെ സങ്കല്പിച്ചുകൊണ്ട് അല്ലെ. അപ്പൊ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് വള്ളത്തോൾ എഴുതിയിട്ടുള്ളതാണ് ഏത്? എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിത. പിന്നെ തോണിയാത്രയൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അദ്ദേഹത്തിന്റെ മഹാകാവ്യ ഏതാ? പ്രയോഗം. ചിത്രയോഗം. ഇനി അടുത്തൊരു പോയിന്റ്, വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും നിരസിച്ചു. കുമാരനാശൻ വാങ്ങിയില്ലേ, പക്ഷെ വള്ളത്തോൾ നിരസിച്ചു. കാരണം അറിയാലോ, ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു, സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. പിന്നെ കൊച്ചി രാജാവ് കവിതിലകൻ ബിരുദം നൽകിയിട്ടുണ്ട്, തിരുവിതാംകൂർ രാജാവ് വീരശൃംഖല നൽകിയിട്ടുണ്ട്, മദ്രാസ് സർക്കാർ ആസ്ഥാന കവിപട്ടം നൽകിയിട്ടുണ്ട്. ഓക്കെ. പിന്നെയാണ് വള്ളത്തോൾ പുരസ്കാരം ഉള്ളത്, സമഗ്ര സംഭാവനയ്ക്കാണ്. കുമാരനാശാൻ പുരസ്കാരം കവിതയ്ക്കായിരുന്നു. വള്ളത്തോൾ പുരസ്കാരം എന്തിനുള്ളതാ? സമഗ്ര സംഭാവനയ്ക്കാണ്. 1991 ഇത് തുടങ്ങിയത്. പാലാ നാരായണൻ നായർക്കാണ് ഇത് ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത്. പിന്നെ 92 ശൂരനാട് കുഞ്ഞൻപിള്ള, 93 ബാലാമണിയമ്മ, ബഷീർ തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പുരസ്കാരം. ബാലാമണിയമ്മ മലയാളത്തിലെ ഒരു കഥാകാരിയുടെ അമ്മയല്ലേ? ആരാന്നറിയോ? കമല സുരയ്യ. സുരയ്യ, മാധവിക്കുട്ടി അല്ലെ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനും ഉണ്ട്. ആരാ? ബാലാമണിയമ്മയുടെ പാവങ്ങൾ നോവൽ വിവർത്തനം ചെയ്തത് ആരാ മലയാളത്തിലേക്ക്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. പാവങ്ങൾ നോവൽ വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോയുടേതാണ്. അത് ഫ്രഞ്ച് നോവൽ അല്ലേ. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ പിള്ള അല്ലെ. അദ്ദേഹത്തിന്റെ പെങ്ങളാണ് ബാലാമണിയമ്മ. അതായത് മാധവിക്കുട്ടിയുടെ അമ്മാവനാണ് ആര്? നാലപ്പാട്ട് നാരായണ മേനോൻ എന്ന് പറയുന്നത്. ഓക്കെ.
അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു കൃതിയുണ്ട്, ഭാര്യയുടെ വിയോഗത്തിൽ അദ്ദേഹം രചിച്ചത്. ഏതാണെന്നറിയോ? ചോദ്യമുണ്ട്. കണ്ണുനീർത്തുള്ളി കേട്ടുണ്ടോ? നാലപ്പാടിന്റെ കണ്ണുനീർത്തുള്ളി ഭാര്യയുടെ വിയോഗത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് കണ്ണുനീർത്തുള്ളി. അതേപോലെ ഇതില് തകഴിയുടെ പേര് കാണുന്നുണ്ടോ? തകഴിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കേരള എന്താ അറിയപ്പെടുന്നത്? തകഴി കേരള കേൾക്കുന്നില്ലേ? മോപ്പസാങ്. കേരള മോപ്പസാങ്. കേരള ഹെമിംഗ്വേ ആരായിരുന്നു? ഈ അടുത്ത് മരിച്ചതാ. എം ടി. ഇനി കേരള ഓർഫ്യൂസ് 47-ാമത്തെ വയസ്സിൽ മരിച്ച ആളാ. രമണൻ എഴുതിയ ആളാ. ആ, ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ. ടീച്ചർ, തകഴി എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേരള മോപ്പസാങ്. കേരള മോപ്പസാങ്. ഓക്കെ. മോപ്പസാങ്. അതേപോലെ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ജ്ഞാനപീഠ പുരസ്കാരം 2000 ഏതാ വർഷം? 19 കേട്ടോ. അക്കിത്തം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. അതേപോലെ തന്നെ മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി കൂടിയാണ് കേട്ടോ ബാലാമണിയമ്മ. ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവി എന്നായിരുന്നു. പക്ഷെ ഒരിക്കലും മകൾ അത് അംഗീകരിച്ചു തരില്ല. അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. വേണ്ടത്ര സ്നേഹമൊന്നും അമ്മയിൽ നിന്ന് മകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആധുനിക കവിത്രയം ഒക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. ഓക്കെ. ഇനി ജസ്റ്റ് രണ്ടുപേരെയും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇടപ്പള്ളി പ്രസ്ഥാനം കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു പ്രസ്ഥാനം ഇടപ്പള്ളി പ്രസ്ഥാനം. ഇതിൽ വരുന്നത് രണ്ടുപേരാ, ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും. ചങ്ങമ്പുഴനെ കേട്ടില്ലേ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും അതേപോലെ തന്നെ ഇടപ്പള്ളി രാഘവൻ പിള്ളയും. നേരത്തെ നമ്മളൊരു കൃതി പറഞ്ഞു, ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായൊരു കൃതിയാണ് ഇത്, രമണൻ എന്ന് പറയുന്നത് അല്ലേ. അതില്ലേ രമണൻ ഉണ്ടല്ലോ ശരിക്ക് ഇടപ്പള്ളിയാ. കാരണം ഇടപ്പള്ളി രാഘവൻ പിള്ള 27-ാമത്തെ വയസ്സിൽ മരിച്ചു. ആത്മഹത്യ ചെയ്തതാ. കാരണം പ്രണയനൈരാശ്യം. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കവിതയാണ് ഇത്, മണിനാഥം എന്ന് പറയുന്ന ഒരു കവിത. മണിനാഥം എന്ന് പറയുന്ന ഒരു കവിത. അപ്പം ഈ രണ്ടുപേരെയും, അതായത് ഇടപ്പള്ളി രാഘവൻ പിള്ളയെയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും നമുക്ക് ഒരേ നെട്ടിൽ വിടർന്ന രണ്ട് പുഷ്പങ്ങൾ എന്നേ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിഷാദാത്മകതയാണ് ഇവരുടെ കവിതകളുടെ പൊതുവായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയുന്നത്. പ്രണയഗായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മോഹഭംഗങ്ങളുടെ ദുഃഖകഥ ഇടപ്പള്ളി അവതരിപ്പിച്ചു പോയി. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്നതിന്റെ വിങ്ങിപ്പൊട്ടലുകളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം ഇല്ല എന്നൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ചു പോയിട്ടുള്ള വ്യക്തിയായിരുന്നു. സ്വന്തം അനുഭവങ്ങൾ അത്രയധികം തീഷ്ണതയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കവിതകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേദന തിന്ന് ജീവിക്കുക, ആ ഒരു കവിത വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്നവരാണ് ഇടപ്പള്ളിയും അതേപോലെ തന്നെ ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. ഇവര് വിചാരത്തെക്കാൾ വികാരത്തിനാണ് പ്രാധാന്യം നൽകിയത്. ഇവരുടെ കൃതികളിൽ പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രേമം, പ്രകൃതി, മരണം, സാധാരണക്കാരന്റെ ജീവിതം, മോഹഭംഗം, ഇതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുക. കാൽപ്പനികത എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാല. എന്താണെന്നറിയോ കാൽപ്പനികത അഥവാ റൊമാൻറ്റിസിസം എന്ന് പറയും, അറിയാം? ഇത് നമ്മുടെ ഇതെല്ലാം പാശ്ചാത്യരിൽ നിന്ന്, അതായത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഇസങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അതില്
ജീവിതത്തോട് അത്രയധികം വിരക്തി തോന്നുന്നവര്, സ്വയം വേദനിക്കുന്നവര്, അന്തർമുഖത കാണിക്കുന്നവര്, ഇവരൊക്കെയാണ് പൊതുവെ കാൽപ്പനികർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളിൽ നമുക്ക് വിഷാദമാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇടപ്പള്ളിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കുക. നവസൗരഭം, ഹൃദയസ്മിതം, തുഷാരഹാരം, മണിനാഥം. മണിനാഥാണ് ഏറ്റവും പ്രധാനപ്പെട്ട കവിത. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എഴുതിയതാണ്. അതിലും തൻ്റെ കാമുകിയെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവൾ ആ പങ്കില എന്നാ പറയുന്നത്. അവൾ ഒരു കളങ്കവും ഇല്ലാത്തവളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇടപ്പള്ളി പറഞ്ഞു പോകുന്നത്. അതിലൊരു പ്രസിദ്ധമായ വരിയാണ്: സഹകരിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ, വരികയാണിതാ ഞാനൊരധകൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ. ലോകത്തോട് അദ്ദേഹം പറയാണ്, വിശാലമായ ആകാശത്തോട് അദ്ദേഹം പറയാണ്, അധകൃതനായ ഞാൻ വരികയാണ്. കാരണം എന്താ? ഞാൻ കരയുവാൻ വേണ്ടി മാത്രം പിറന്നു പോയിട്ടുള്ള ഒരു കാമുകനാണ്. അതേപോലെ അവ്യക്ത ഗീതം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കവിതയാണ്. അടുത്ത ആളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴയുടെ ഒരു വരി ഉണ്ടല്ലോ: വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവം ഒഴുകട്ടെ. ഇങ്ങനെ മലയാള കവിതയെ കാൽപ്പനികതയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ച ആള് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചങ്ങമ്പുഴയെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. ഇദ്ദേഹം 47-ാമത്തെ വയസ്സിലാട്ടോ മരിച്ചത്. അദ്ദേഹത്തിന് ക്ഷയരോഗമായിരുന്നു. ഇത് ഭാര്യയെ കൂടാതെ ഒരുപാട് കാമുകിമാരും കൂടി ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ആര്? ചങ്ങമ്പുഴ എന്ന് പറയുന്നത്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ലീലാവതി ടീച്ചറാണ് കേട്ടോ. ലീലാവതി ടീച്ചർ മലയാള കവിതാ സാഹിത്യ ചരിത്രമൊക്കെ എഴുതിയിട്ടുള്ള ലീലാവതി ടീച്ചറാണ് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന വേർഡ് മീനിങ് എന്താ? അത് ഒരു പാശ്ചാത്യ എഴുത്തുകാരനാ ഓർഫ്യൂസ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളോട് താതാത്മ്യം പ്രാപിക്കുന്നവയാണ് ചങ്ങമ്പുഴയുടെ കവിത എന്നുള്ള രീതിയിലാണ് മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് ലീലാവതി ടീച്ചർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ ഗാനകിന്നരൻ, ഗാനഗന്ധർവൻ എന്നൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കാൽപ്പനികതയുടെ ശക്തമായ സ്വാധീനമൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇദ്ദേഹത്തിന് മനസ്സിനി എന്നൊരു കവിതയുണ്ട്. ശരിക്ക് കാമുകിമാരെ വിട്ട്, അതായത് തനിക്ക് പ്രതാപം ഉണ്ടായിരുന്ന കാലത്ത് ചുറ്റും കാമുകിമാരുണ്ടായിരുന്നു. അവസാനം താൻ രോഗബാധിതനായപ്പം അവരൊന്നും കൂടെ ഇല്ല. അപ്പൊ തന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഇത് മനസ്സിനി എന്ന് പറയുന്നത്. അതിലെ വരികളാണ് നേരത്തെ പറഞ്ഞ വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ. മനസ്സിന് അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. പിന്നെ വാചാലമായ രചന, വിഷാദാത്മകത, ഭാഷാലാളിത്യം, പ്രേമഭംഗം, വിഷാദം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. ജീവിതം ഒന്നാകെ കവിതയാക്കി മാറ്റിയ പ്രതിഭാശാലി. പിന്നെ ഞാൻ, എൻ്റെ, മമ തുടങ്ങിയ പദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ ആവർത്തിച്ച് കാണും. കൃഷ്ണഗാഥയില് ചെഞ്ചെ, ചെഞ്ചമ്മേ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ആവർത്തിച്ച് കാണുമെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ചങ്ങമ്പുഴയുടെ കാര്യം. അതിൽ ഞാൻ, എൻ്റെ, മമ എന്നുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള പദമായിരുന്നു പണ്ട് എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരൻ ആരാന്നറിയോ ചങ്ങമ്പുഴയുടെ? ചങ്ങമ്പുഴയുടെ ജീവചരിത്രം ഏതാണെന്നറിയോ? അതെഴുതിയ ആളാണ് ജീവചരിത്രകാരൻ MK സാനു. ഏത് കൃതിയെ രചിച്ച ചങ്ങമ്പുഴയോട് ബന്ധപ്പെട്ട്? ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ ബാക്കി അറിയാം? സ്നേഹഭാജനം. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നുള്ള കൃതിയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. MK സാനു ആണത് രചിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ നോക്കുക. രക്തപുഷ്പങ്ങൾ, സ്പന്ദിക്കുന്ന അസ്ഥിപാഠം, ബാഷ്പാഞ്ജലി, അതിലുള്ളതാണ് കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണൻ പരാജയം,
പാടുന്ന പിശാച്, യവനിക, ദേവഗീതം. ദേവഗീതം ഓർക്കണം, ഗീതാഗോവിന്ദത്തിന്റെ വിവർത്തനാണ് ഏത്? ദേവഗീതം. അതേപോലെ തന്നെ ദിവ്യഗീതം ഉണ്ട്, അത് ബൈബിളിലെ ഉത്തമഗീതത്തിന്റെ വിവർത്തനാണ് കേട്ടോ. ദിവ്യഗീതം ബൈബിളിലെ ഉത്തമഗീതത്തിന്റെ വിവർത്തനാണ്. അത് രണ്ടും മാറിപ്പോവരുത്, അത് രണ്ടും വരാറുണ്ട്. ദേവഗീതം ഗീതാഗോവിന്ദത്തിന്റെ വിവർത്തനം, ദിവ്യഗീതം ബൈബിളിലെ ഉത്തമഗീതം. പിന്നെ അദ്ദേഹത്തിന്റെ നോവലാണ് കളിത്തോഴി. കളിത്തോഴി. ആത്മകഥ ഏതാ? തുടിക്കുന്ന താളുകൾ. ചോദിക്കാറുണ്ട്. തുടിക്കുന്ന താളുകൾ കേട്ടിട്ടുണ്ടാവല്ലോ. അല്ലേ? തുടിക്കുന്ന താളുകൾ ആത്മകഥയാണ്. നോവൽ ഏതാ? കളിത്തോഴി. ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞില്ലേ കാൽപ്പനികത അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്താണ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വൈയക്തികമായ അനുഭവങ്ങൾക്ക്, കാരണം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത്? കാൽപ്പനികത എന്ന് പറയുന്നത്. ഭാവ തീവ്രതയാണ് അതിന്റെ മുഖമുദ്ര. കാൽപ്പനിക കവികള് പൊതുവെ അവര് അന്തർമുഖരായിരിക്കും. പിന്നെ ഇതിനെ മനംനോക്കി പ്രസ്ഥാനം, മാനം നോക്കി പ്രസ്ഥാനം എന്നൊക്കെ വിളിച്ചതാണ് കേസരി ട്ടോ. കേസരി എ ബാലകൃഷ്ണപിള്ള. കേസരി പത്രമില്ലേ, അതിന്റെ സ്ഥാപകൻ കേസരി എ ബാലകൃഷ്ണപിള്ള, അദ്ദേഹം തന്നെയാണ് ഇത്. മനംനോക്കി പ്രസ്ഥാനം എന്നാണ് ഈ കാൽപ്പനികതയെ വിളിച്ചത്. വികാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതുലോകമാണ് കാൽപ്പനികതയിൽ കാണാനായിട്ട് പറ്റുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, ഇടപ്പള്ളി, വി സി ബാലകൃഷ്ണ പണിക്കര്, ഇവരൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്ന ആളുകളാണ്. പക്ഷെ എങ്കിൽ കൂടി ചങ്ങമ്പുഴയും ഇടപ്പള്ളിയെയും കാൽപ്പനികതയുടെ അധിക തുങ്കപഥത്തിൽ നിൽക്കുന്നവരെന്നൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്നുള്ള കവിത, ആ ഒരു ഖണ്ഡകാവ്യമാണ് നമുക്ക് വിലാപകാവ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കൃതി. അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർക്കാം. പിന്നെ ഈ ഒരു ഇസങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഏതിപ്പം ക്ലാസിസം, റൊമാൻറ്റിസിസം, റിയലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പാശ്ചാത്യ ലോകത്ത് നിന്ന്, പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് ഇങ്ങോട്ട് സംക്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെയാ? ആശാൻ, ഉള്ളൂര്, വള്ളത്തോള്, വള്ളത്തോള്, ഇടപ്പള്ളി, ഇടപ്പള്ളി, അതേപോലെ ചങ്ങമ്പുഴ. 5 പേര്. കൂടിപ്പോയോ? ഇല്ല. 5 പേരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പരമാവധി വേഗം തീർക്കാൻ നോക്കാം ആ ഒരു ഏരിയ. അപ്പൊ ഈ 5 പേരെ ജസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ.